നമസ്കാരം. ജ്യോതി ടെക് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന 2025 ജൂലൈ മാസം 28-ാം തീയതി ചൊവ്വ രാശി മാറുകയാണ്. തൻ്റെ മിത്രക്ഷേത്രമായ ചിങ്ങം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചൊവ്വയാണ് ഇപ്പോൾ ബുധൻ്റെ ക്ഷേത്രമായ കന്നിരാശിയിലേക്ക് വരുന്നത്. ചൊവ്വയുടെ ഈ രാശിമാറ്റം മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കന്നിരാശിയുടെ അധിപൻ ബുധനാണ്. ചൊവ്വയ്ക്ക് ബുധൻ ശത്രുവാണ്. എന്നാൽ ബുധന് ചൊവ്വ ശത്രുവോ മിത്രമോ അല്ല. അപ്പോൾ ബുധനോട് ചൊവ്വ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ട് എങ്കിലും ചൊവ്വ ഇപ്പോൾ വന്നിരിക്കുന്ന ബുധൻ്റെ രാശി ചൊവ്വയ്ക്ക് ഹാനിയെ വരുത്തുന്നില്ല, പുഷ്ടിയെയും കൊടുക്കുന്നില്ല. ഒരു ന്യൂട്രൽ അവസ്ഥയിലായിരിക്കും. ഈ സമയത്ത് നമുക്ക് ചൊവ്വയുടെ കാരകത്വത്തെക്കുറിച്ചുള്ള ഒരു പ്രമാണം പരിശോധിക്കാം. സത്വം ഭൂപലിതം സഹോദരഗുണം ക്രൗര്യം രണം സാഹസം വിദ്വേഷം ച മഹാനസാഗ്നി കനകജാത്യസ്ര ചോരാൻ രിപുൻ ഉത്സാഹം പരഗാമിനിരതിമസത്യോക്തി മഹീജാദ്വതേത് വീര്യം ചിത്തസമുന്നതിം ച കലുഷം സേനാധിപത്യം ക്ഷതം. നിർവികാരത്വം, ഭൂമിയുടെ ഫലഭൂയിഷ്ഠത, സഹോദരങ്ങളിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങൾ, ക്രൂരത, യുദ്ധം, സാഹസം, വിദ്വേഷം, അടുക്കള, അഗ്നി, സ്വർണം, ആയുധം, കള്ളന്മാർ, ശത്രുക്കൾ, ഉത്സാഹം, പരശ്രീരതി, കള്ളം പറയുക, ബലം, മനസ്സിൻ്റെ ഔന്നത്യം, കോപം, സേനാനായകത്വം, ശരീരത്തിലേൽക്കുന്ന ക്ഷതം, മുറിവ്, ഇതെല്ലാം ചൊവ്വയെ കൊണ്ട് പറയാം. ചൊവ്വ ഇപ്പോൾ കന്നിരാശിയിലേക്കാണല്ലോ വരുന്നത്. കന്നിരാശിയുടെ അധിപനായ ബുധന് ചൊവ്വ ശത്രുവോ മിത്രമോ അല്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടേക്ക് വരുന്ന ഈ ചൊവ്വയ്ക്ക് വലിയ ദോഷമോ ഗുണമോ സംഭവിക്കുവാനിടയില്ല. എന്നാൽ ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനിയുടെ 7ാമത്തെ ദൃഷ്ടി ചൊവ്വയിൽ പതിയുകയാണ്. അതുപോലെ തന്നെ ഈ ചൊവ്വ ശനിയെയും ദൃഷ്ടി പതിപ്പിക്കുകയാണ്. ചൊവ്വയുടെയും ശനിയുടെയും പരസ്പരമുള്ള ദൃഷ്ടി ശുഭകരങ്ങളല്ല. ചൊവ്വ അഗ്നിയെയും ശനി വായുവിനെയും സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ്. ഇതിനെ അഗ്നിമാരുത യോഗം എന്നാണ് പറയുന്നത്. ചൊവ്വയും ശനിയും ഒരേ രാശിയിൽ നിൽക്കുന്നതാണ് അഗ്നിമാരുത യോഗം എന്ന് പറയുന്നതെങ്കിലും ഇവരുടെ പരസ്പരമുള്ള ദൃഷ്ടിയെയും അഗ്നിമാരുത യോഗം എന്ന് പറയാറുണ്ട്. അഗ്നിമാരുത യോഗം നല്ല ഒരു യോഗമല്ല. അത് മനുഷ്യർക്കായാലും പ്രകൃതിക്കായാലും മറ്റു പല ഘടകങ്ങൾക്കായാലും. എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത സംഭവിക്കുന്നത് ഇപ്പോൾ ശനി വക്രത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വക്രത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ തൻ്റെ സ്വാഭാവികമായ സവിശേഷതകളിൽ നിന്നും വിഭിന്നമായ ഒരു സ്വഭാവം കാണിക്കും എന്ന് പ്രതീക്ഷിക്കാം. വക്രത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം ബലവാനാണ്. ബലവാനായ ഗ്രഹം ശുഭഫലമാണ് തരുന്നത്. അത് ശുഭനായാലും പാപനായാലും. ഒരു ഗ്രഹം ഒരു ഭാവത്തിൽ വക്രമായി നിൽക്കുമ്പോൾ ആ ഭാവത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് ജാതകം പരിശോധിക്കുമ്പോൾ ചിന്തിച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ശനിയുടെയും ചൊവ്വയുടെയും പരസ്പര ദൃഷ്ടി വലിയ ദോഷത്തെ ആർക്കും ചെയ്യുന്നില്ല. മാത്രമല്ല ഇപ്പോൾ വ്യാഴനും ചൊവ്വയും പരസ്പരം കേന്ദ്രത്തിൽ വരികയുമാണ്. രണ്ടുപേരും മിത്രങ്ങളുമാണ്. ഇതും നല്ല ഒരു യോഗമാണ്. ഇപ്പോൾ കന്നിരാശിയിൽ വരുന്ന ചൊവ്വ മേടക്കൂറിലെ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രക്കാർക്ക് 6ലേക്കാണ് വരുന്നത്. 6ാം ഭാവം ഒരു ഉപജയഭാവമാണ്. പാപഗ്രഹങ്ങൾക്ക് അനുകൂലമായ ഒരു ഭാവമാണ് ഉപജയഭാവം. ഇപ്പോൾ ഇവർക്ക് സാമ്പത്തികപരമായി വളരെ അനുകൂലമായ കാലം തന്നെയായിരിക്കും. നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാകട്ടെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാകട്ടെ, അതിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ നല്ല ഒരു സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഏതു കാര്യത്തിനിറങ്ങി തിരിച്ചാലും അതിൽ വിജയവും ഗുണവും ഒക്കെ ഉണ്ടാകും. ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ ആ പരിശ്രമത്തിന് ഫലപ്രാപ്തി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായി ഒരു പിണക്കം ഉണ്ടായിരുന്നു എന്ന് കരുതുക. ആ പിണക്കം അവസാനിപ്പിച്ച് വീണ്ടും പഴയതുപോലെ സഹകരിച്ചു പോകണം എന്ന ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്നും കരുതുക. എങ്കിൽ അനുരഞ്ജനത്തിൻ്റെ പാത നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുകയും അവരുമായി നല്ല നിലയിൽ പോകാനും സാധിക്കും. കേസുകൾ എന്തെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒത്തുതീർപ്പിലൂടെ അതിന് ഒരു അവസാനം കണ്ടെത്താൻ അനുകൂലമായ സമയമാണ്. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുവാനുള്ള സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു വരുന്നതാണ്. മേടക്കൂറുകാർക്ക് ചൊവ്വ രാശാധിപനും അഷ്ടമാധിപനുമാണ്. ഇപ്പോൾ ഈ സമയത്ത് രോഗത്തെക്കുറിച്ച് ഒരു ആശങ്ക മനസ്സിലുണ്ടാകാം. ചെറിയ രോഗത്തിൻ്റെ ഒരു ലക്ഷണവും നമുക്ക് തോന്നാം. എങ്കിലും നമ്മൾ ആശങ്കപ്പെടുന്ന തരത്തിൽ വലിയ ഒരു രോഗമൊന്നും ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരു ലോണിനൊക്കെ അപേക്ഷിച്ചിരിക്കുന്നവർക്ക് അത് ലഭിക്കുവാൻ അനുകൂലമായ സമയമാണിത്. നിങ്ങൾ ആരോടെങ്കിലും കൈവായ്പയായി കുറച്ച് പണം ആവശ്യപ്പെട്ടാൽ
അത് ലഭിക്കുന്നതുമാണ്. എങ്കിലും കടങ്ങൾ പെരുകാതെ നോക്കണം. സഹോദരങ്ങളുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകളോ ശത്രുതകളോ ഉണ്ടാകാനും ഇടയുണ്ട്. അത്തരം ഒരു സന്ദർഭം ഉണ്ടാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇടവക്കൂറുകാർക്ക് ചൊവ്വയുടെ രാശിമാറ്റം എന്ത് ഫലങ്ങളാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവയാണ്. ഇവരുടെ 5ാം ഭാവത്തിലാണ് ചൊവ്വ ഇപ്പോൾ വരുന്നത്. നമുക്കറിയാമല്ലോ 5ാം ഭാവം നമ്മുടെ സന്താനങ്ങളുടെ ഭാവമാണ് എന്ന്. കൂടാതെ നമ്മുടെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പൂർവ്വപുണ്യത്തിൻ്റെയും ഭാവവും 5ാം ഭാവമാണ്. ചൊവ്വ ഒരു പാപഗ്രഹവുമാണ്. ഒരു പാപഗ്രഹത്തിന് നിൽക്കാൻ പറ്റിയ ഭാവമല്ല നമ്മുടെ 5ാം ഭാവം. അങ്ങനെ നോക്കുമ്പോൾ ചൊവ്വ 5ൽ വരുമ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ നമ്മുടെ മനോധൈര്യം അല്പം ചോർന്നു പോകാനിടയുണ്ട്. അസുഖകരമായ ചിന്തകൾ മനസ്സിനെ അലോസരപ്പെടുത്താനും സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായിട്ട് കലഹിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ ശ്രദ്ധിക്കണം. കാര്യങ്ങൾക്ക് തടസ്സങ്ങളും ഉണ്ടാകും. ഇപ്പോൾ സന്താനങ്ങളുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. എന്നാൽ ചൊവ്വയുടെ കേന്ദ്രത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ നല്ല ഫലങ്ങൾ തന്നെ ഈ ചൊവ്വയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ചൊവ്വ മാറ്റത്തിൻ്റെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ചൊവ്വ ഇപ്പോൾ ഇവരുടെ 4ാം ഭാവത്തിലാണ് വരുന്നത്. 4ാം ഭാവം നമ്മുടെ സുഖസ്ഥാനമാണ്. അതിനാൽ ചൊവ്വ ഇപ്പോൾ 4ൽ വരുമ്പോൾ നമുക്ക് ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. മാത്രമല്ല ബന്ധുക്കളെ കൊണ്ടും കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാകാം. അതുമൂലം കുറച്ച് ദുഃഖാനുഭവങ്ങളും ഉണ്ടാകാം. ചൊവ്വ ഇവരുടെ 6ഉം 11ഉം ഭാവാധിപനാണ്. ഇപ്പോൾ ഇവർക്ക് കുറച്ച് പണം കയ്യിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും വന്നതുപോലെ തന്നെ ആ പണത്തിന് ചിലവും വന്നു ചേരും. അത് ഒരുപക്ഷെ നമ്മൾ മുമ്പ് ആരോടെങ്കിലും കടം വാങ്ങിയ പണം തിരികെ കൊടുക്കുന്നതാകാം. അല്ലെങ്കിൽ വീടിന് വേണ്ടിയോ വാഹനത്തിന് വേണ്ടിയോ ഉള്ള ചിലവുമാകാം. പുതിയ വീട് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്കും പുതിയ വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും ഇത് അനുകൂലമായ സമയമാണ്. ആരോടെങ്കിലും കടം ചോദിച്ചാൽ കിട്ടുന്ന സമയമാണ്. കടം വാങ്ങുന്ന പണം നേരത്തെ പറഞ്ഞതുപോലെ വീട് പണിക്കോ വാഹനത്തിന് വേണ്ടിയോ ഒക്കെ ഉപയോഗിക്കാനുമാകാം. എങ്കിലും കിട്ടും എന്ന് കരുതി അമിതമായി കടം വാങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് കടക്കെണിയിൽ നമ്മെ കൊണ്ടെത്തിക്കാനും ഇടയുണ്ട്. ഇപ്പോൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അല്പം നിയന്ത്രണം പാലിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അതുമൂലം പലരും ശത്രുവായി തീരാനിടയുണ്ട്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാന പാദവും പൂയവും ആയില്യവുമാണ്. ചൊവ്വ ഇവരുടെ 5ഉം 10ഉം ഭാവാധിപനാണ്. ഇപ്പോൾ വരുന്നത് 3ാം ഭാവത്തിലും. ചൊവ്വ ഒരു പാപഗ്രഹമാണെങ്കിലും കർക്കിടകക്കൂറുകാർക്ക് ചൊവ്വ യോഗകാരകനാണ്. മാത്രമല്ല കർക്കിടകക്കൂറുകാരുടെ രാശ്യാധിപനായ ചന്ദ്രനും ചൊവ്വയും തമ്മിൽ മിത്രങ്ങളുമാണ്. ഇപ്പോൾ ഇവർക്ക് സാമ്പത്തികമായി മെച്ചമായ സമയമാണ്. മാത്രമല്ല ലാഭകരമായ രീതിയിൽ പണം നിക്ഷേപിക്കുവാനുള്ള ഒരു താല്പര്യവും ഇപ്പോൾ ഉണ്ടാകാം. പഴയതിലും കുറച്ചും കൂടി ചൊടിയും ചുണയും ഒക്കെ ഇപ്പോൾ തോന്നുന്നതായിരിക്കും. ഏത് കാര്യവും ചെയ്യാനുള്ള ഒരു ധൈര്യവും ആത്മവിശ്വാസവും കൈവന്നു ചേരുകയും ചെയ്യും. നമ്മുടെ വാക്കുകൾക്കും ഇപ്പോൾ പഴയതിലും കുറച്ചും കൂടി ശക്തി പ്രാപിക്കുന്നതായി അനുഭവപ്പെടാം. ഇപ്പോൾ ശാസ്ത്ര സംബന്ധമായ കാര്യങ്ങളിൽ ഒരു താല്പര്യവും തോന്നാനിടയുണ്ട്. പുരാണ സംബന്ധമായ പുസ്തകങ്ങൾ വായിക്കുവാൻ ഇപ്പോൾ ഒരു താല്പര്യം ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സഹകരിക്കുവാൻ ഇപ്പോൾ നിങ്ങൾക്കാകും. എങ്കിലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു പ്രവണതയുണ്ടാകും. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ്. ഇവരുടെ 4ഉം 9ഉം ഭാവപതിയാണ് ചൊവ്വ. ഇപ്പോൾ വരുന്നത് ഇവരുടെ 2ാം ഭാവത്തിലേക്കാണ്. സാധാരണഗതിയിൽ ചൊവ്വ 2ാം ഭാവത്തിൽ വരുന്നത് നന്നല്ല. കാരണം 2ാം ഭാവം നമ്മുടെ ധനഭാവമാണ്, കുടുംബഭാവമാണ്, മാത്രമല്ല നമ്മുടെ വിദ്യയുടെ ഭാവവുമാണ്. അതിനാൽ ഈ കാര്യങ്ങൾക്ക് ചൊവ്വ 2ൽ വരുമ്പോൾ ദോഷഫലത്തെയാണ് കൊടുക്കേണ്ടത്. എന്നാൽ ഇവർക്ക് ചൊവ്വ യോഗകാരകനാണ്. അതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോൾ ചൊവ്വ നല്ല ഫലത്തെയായിരിക്കും പ്രദാനം ചെയ്യുന്നത്. നല്ല കുടുംബസുഖവും ധനപരവും ഉണ്ടാകും. വിദ്യാഭ്യാസത്തിന് ഈ കാലം വളരെ അനുകൂലവുമായിരിക്കും. ഇപ്പോൾ പല കാര്യങ്ങളും പഠിക്കുവാനും അറിവ് ശേഖരിക്കുവാനും ഒരു താല്പര്യം ഉണ്ടാകുന്നതുമാണ്. മറ്റുള്ളവർക്കിടയിൽ ബഹുമാന്യമായ ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും. അംഗീകാരങ്ങളും ബഹുമതികളും ലഭിക്കുവാനും സാഹചര്യവും ഉണ്ടാകും. മനസ്സിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുവാനും ഇപ്പോൾ ഇടവരും. ഇനി കന്നിക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം. കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 2 പാദങ്ങളുമാണ്.
കന്നിക്കൂറുകാർക്ക് ചൊവ്വ 3-ാം ഭാവത്തിൻ്റെയും 8-ാം ഭാവത്തിൻ്റെയും അധിപതിയാണ്. ഇപ്പോൾ വരുന്നത് ജന്മക്കൂറിലുമാണ്. കന്നിക്കൂറുകാരുടെ രാശിയാധിപൻ ബുധനാണ്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചൊവ്വയ്ക്ക് ഇവർ ശത്രുവാണ്. മാത്രമല്ല ചൊവ്വ ഇവർക്ക് അഷ്ടമഭാവാധിപനുമാണ്. അതിനാൽ ചൊവ്വയിൽ നിന്നും ഇപ്പോൾ ഇവർക്ക് പറയത്തക്ക മെച്ചമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. മറിച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ചൊവ്വ ജന്മക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ മനോദുഃഖവും സ്വജനവിരഹവും രക്തസംബന്ധമായ രോഗവും ഉഷ്ണരോഗവും പറഞ്ഞുകൊള്ളണം എന്നാണ് ആചാര്യവചനം. എങ്കിലും ഇപ്പോൾ ചൊവ്വയും വ്യാഴവും പരസ്പരം കേന്ദ്രത്തിൽ വരികയാൽ ചൊവ്വയുടെ പാപത്വം നന്നേ കുറയാനാണ് സാധ്യത. എങ്കിൽ തന്നെയും രോഗത്തെയും ശത്രുക്കളെയും കടക്കാരെയും ഒന്ന് കരുതിയിരിക്കണം. വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ അപകടകരമായ തൊഴിലുകൾ ചെയ്യുന്നവരും അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. ശരീരത്തിൽ മുറിവുകളോ ചതവുകളോ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ ഒരു ശസ്ത്രക്രിയ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അത് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നത് ഉചിതമായിരിക്കും. കാരണം അഷ്ടമാധിപൻ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്ന കാലം നമ്മൾ റിസ്ക് എടുക്കരുത്. ഇപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടെത്തിക്കുവാനുള്ള ഒരു പരിശ്രമം നിങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഈ സമയത്ത് എടുത്തുചാടി ഒരു തീരുമാനവും എടുക്കരുത്. ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പും നന്നായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. വേണ്ടപ്പെട്ടവരുടെ ഉപദേശം തേടുന്നതും നല്ലതാണ്. ചൊവ്വയിൽ നിന്നുമുള്ള ദോഷങ്ങൾ മാറിക്കിട്ടാൻ ശ്രീ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. വിവാഹമോചനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുനർവിവാഹത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇപ്പോൾ അനുകൂലമായ സമയമായിരിക്കും. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം എന്താണെന്ന് നോക്കാം. തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ ചിത്തിരയുടെ 2ാമത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ചൊവ്വ ഇവർക്ക് 2ഉം 7ഉം ഭാവപതിയാണ്. ഇപ്പോൾ വരുന്നത് 12ാം ഭാവത്തിലും. 12ാം ഭാവം നമ്മുടെ വ്യയസ്ഥാനമാണ്. ദുരിതങ്ങളുടെ ഒരു സ്ഥാനവുമാണ്. ഇവിടെ ചൊവ്വ വരുന്നത് നന്നല്ല. ഇത് നമുക്ക് ധാരാളം ചിലവുകൾ വരുത്തിവെക്കും. അതിനാൽ ഈ കാലഘട്ടം വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉണ്ടാകുന്ന ചിലവുകളിൽ പലതും പാഴ്ചിലവുകളുമായിരിക്കും. വരുന്ന പണമൊന്നും കയ്യിൽ തങ്ങി നിൽക്കാത്ത ഒരു അവസ്ഥയുമായിരിക്കും. കുടുംബത്തിന് വേണ്ടിയും ജീവിത പങ്കാളിക്ക് വേണ്ടിയും ചിലവുകൾ വരും. ആശുപത്രി ചിലവുകളും വന്നു ചേരും. ശത്രുക്കളിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടാകാം. കുടുംബത്തിലുള്ളവരോടും ബന്ധുക്കളോടുമൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാൽ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളുമായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അനാവശ്യമായി വന്നു ചേരുന്ന ചിലവുകൾ മൂലം മനസ്സ് ആകുലമായിരിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പും ബഹുമാനവും ലഭിക്കുന്നതായിരിക്കും. സർക്കാരിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുണ്ടെങ്കിൽ അത് ഇപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിന് അനുകൂലമായ സമയവുമായിരിക്കും ഇത്. അടുത്തതായി വൃശ്ചികക്കൂറുകാരുടെ ചൊവ്വയുടെ ചാരഫലം എന്താണെന്ന് നോക്കാം. വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയുമാണ്. ഇവർക്കിപ്പോൾ ചൊവ്വ 11ലാണ് വരുന്നത്. 11 ഒരു ഉപജയസ്ഥാനമാണ്. ഒരു ശുഭഗ്രഹത്തിനായാലും ഒരു പാപഗ്രഹത്തിനായാലും വളരെ പ്രിയപ്പെട്ട ഒരേ ഒരു ഭാവമാണ് 11ാം ഭാവം. 11 വരുന്ന ചൊവ്വ ജാതകന് ശരീരസുഖവും കാര്യവിജയവും ധനലാഭവും ഭൂമിലാഭവും നൽകും. മാത്രമല്ല ചൊവ്വ ഇവർക്ക് രാശ്യാധിപനും കൂടിയാണ്. ഇവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഫലപ്രാപ്തിയിൽ എത്തുന്നതാണ്. ബന്ധുജനങ്ങളുടെ സ്നേഹവും ആദരവുമൊക്കെ ലഭിക്കും. തൊഴിലിൽ ഒരു പദവി ലഭിക്കുവാൻ സാധ്യതയുള്ള സമയവുമാണ്. ഇതൊക്കെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടാകും. അതുവഴി കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. എങ്കിലും അത് പൂർത്തീകരിക്കുമ്പോൾ അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ജീവിത പങ്കാളിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട്. അതുപോലെ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളും ഉണ്ടാകും. സന്താനങ്ങളുമായും കുറച്ച് പ്രശ്നങ്ങളുണ്ടാകാം. അവരുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ഉലച്ചിലുകൾ സംഭവിക്കാം. എങ്കിലും സാമ്പത്തികപരമായി ഇത് നല്ല സമയം തന്നെയാണ്. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം. ധനുക്കൂറിലെ നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം എന്നിവയാണ്. ഇവരുടെ 10ാം ഭാവത്തിലേക്കാണ് ചൊവ്വ ഇപ്പോൾ വരുന്നത്. 10ാം ഭാവം നമ്മുടെ കർമ്മഭാവമാണ്. മാത്രമല്ല ഇത് ഒരു കേന്ദ്രഭാവവുമാണ്. ചാരവശാൽ ചൊവ്വ ഇവിടെ വരുന്നത് നല്ലതല്ല. ഇത് കർമ്മവിഘ്നത്തെയും ധനനഷ്ടത്തെയും ഉണ്ടാക്കും. ശത്രുക്കളുടെ ശല്യമുണ്ടാകാം. അപവാദം കേൾക്കുവാനും ഇടവരാം. ഇവർക്ക് ചൊവ്വ 5ാം ഭാവത്തിൻ്റെയും 12ാം ഭാവത്തിൻ്റെയും അധിപനാണ്. 5ാം ഭാവാധിപൻ 10ൽ നിൽക്കുന്നത് നല്ലതാണ്. ഇത് സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയെയും ഉന്നതിയെയും കീർത്തിയെയും ഒക്കെ കൊടുക്കും. ജാതകന് ഇപ്പോൾ സാഹിത്യത്തിലും കലകളിലും ഒക്കെ ഒരു താല്പര്യം ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ കുലത്തിൽ ആദരിക്കപ്പെടുന്ന സമയവുമാണ്. എന്നാൽ 12ാം ഭാവാധിപനാകയാൽ ചെയ്യുന്ന തൊഴിലിന് തടസ്സങ്ങളുണ്ടാകും.
ധനവരവിന് തടസ്സങ്ങളും ഉണ്ടാകും. അധ്വാനിച്ചുണ്ടാകുന്ന പണം ഫലപ്രദമല്ലാത്ത വിധത്തിൽ ചിലവായി പോവുകയും ചെയ്യും. പൊതുവിൽ ഇപ്പോൾ സുഖവും കുറവായിരിക്കും. അടുത്തതായി മകരക്കൂറുകാരുടെ ചൊവ്വയുടെ രാശിമാറ്റത്തിൻ്റെ ഫലം എന്തൊക്കെയാണെന്ന് നോക്കാം. മകരക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയുമാണ്. ഇവരുടെ 4ഉം 11ഉം ഭാവാധിപനാണ് ചൊവ്വ. ഇപ്പോൾ വരുന്നത് 9ാം ഭാവത്തിലും. 9ാം ഭാവം നമ്മുടെ ഭാഗ്യസ്ഥാനമാണ്. ഇവിടെ ചൊവ്വ വരുന്നത് നന്നല്ല. സാധാരണഗതിയിൽ ചൊവ്വ 9ൽ വരുമ്പോൾ നമുക്ക് ഭാഗ്യദോഷത്തെ ഉണ്ടാക്കും. ധനത്തിന് നാശവും ആപത്തുകളും ശരീരത്തിന് ബലക്കുറവും ധാതുക്ഷയവും ഉണ്ടാക്കും. എങ്കിലും മകരക്കൂറുകാർക്ക് ചൊവ്വ 4ൻ്റെയും 11ൻ്റെയും ഭാവാധിപനാകയാൽ ഈ പറഞ്ഞ ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല. ഇവർക്കിപ്പോൾ സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട ഒരു അനുഭവമായിരിക്കും ഉണ്ടാവുക. പൊതുജനസമ്മതനും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന അവസ്ഥയും വന്നു ചേരും. ഇപ്പോൾ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയുമുണ്ട്. സർക്കാരിൽ നിന്നും ബഹുമതികളോ അംഗീകാരങ്ങളോ ലഭിക്കുവാനും ഇടയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിലും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ നല്ല സേവനം കാഴ്ചവെക്കാനാകും. ഈശ്വരാനുഗ്രഹമുണ്ടാകും. കൂടെ നിൽക്കുന്നവരിൽ നിന്നും നല്ല സപ്പോർട്ടും ലഭിക്കും. അടുത്തതായി കുംഭക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം. കുംഭക്കൂറിലെ നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതിയും ചതയവും പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3 പാദങ്ങളുമാണ്. ചൊവ്വ ഇപ്പോൾ വരുന്നത് ഇവരുടെ അഷ്ടമത്തിലാണ്. ചൊവ്വയ്ക്ക് അനുകൂലമായ ഒരു ഭാവമല്ല അഷ്ടമഭാവം. ഇവിടെ വരുന്ന ചൊവ്വ മനോദുഃഖത്തെ തരുന്നതാണ്. ഉഷ്ണസംബന്ധമായ രോഗവും ധനനഷ്ടവും മാനഹാനിയും ശത്രുപീഡയും 8ലെ ചൊവ്വ ഒരു ജാതകന് കൊടുക്കുന്നതാണ്. കുംഭക്കൂറുകാർക്ക് ചൊവ്വ 3ാം ഭാവത്തിൻ്റെയും 10ാം ഭാവത്തിൻ്റെയും അധിപനാണ്. 3ാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയിരിക്കുന്നതും 10ാം ഭാവാധിപൻ അഷ്ടമത്തിൽ പോയിരിക്കുന്നതും ദോഷത്തിൻ്റെ കാഠിന്യത്തെ വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടതായി വരാനിടയുണ്ട്. അധികാരികളിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടാകാം. അവരുടെ പ്രതികൂലമായ ഇടപെടലുകൾ മൂലം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ താൽക്കാലികമായിട്ടെങ്കിലും തടയപ്പെടാം. സുഹൃത്തുക്കളുമായിട്ടും ബന്ധുക്കളുമായിട്ടും പിണക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും ഉണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിൽ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടാകാം. ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായിട്ടും ഇപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാം. ചൊവ്വ കന്യക്കൂറിൽ നിൽക്കുന്ന ഈ 48 ദിവസം ഇവർക്ക് ഈശ്വരാധീനം നന്നേ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇപ്രകാരം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഒപ്പം ശ്രീ ഭദ്രകാളി ദേവിയെയും ഈ 48 ദിവസം മനമുരുകി പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുകയാൽ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതാണ്. അവസാനമായി നമ്മൾ മീനക്കൂറുകാരുടെ ഫലങ്ങളാണ് പരിശോധിക്കുന്നത്. മീനക്കൂറിലെ നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതിയുടെ 4ാം പാദവും ഉത്രട്ടാതിയും രേവതിയും. ഇവരുടെ 2ഉം 9ഉം ഭാവാധിപനാണ് ചൊവ്വ. ഇപ്പോൾ വരുന്നത് 7ാം ഭാവത്തിലും. 7ാം ഭാവം ചൊവ്വയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഭാവമല്ല. 7ാം ഭാവം പ്രധാനമായും നമ്മുടെ ദാമ്പത്യപരമായ കാര്യങ്ങളെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അതിനാൽ ചൊവ്വ 7ൽ വരുമ്പോൾ ദാമ്പത്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അനുകൂലമായ ദശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് പറയത്തക്ക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയില്ല. 7ൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ശനിയുടെ ദൃഷ്ടി നന്നല്ല. പക്ഷേ ഇപ്പോൾ ശനിക്ക് വക്രം സംഭവിച്ചിരിക്കുന്നതിനാൽ ഈ ശനിയിൽ നിന്നും വലുതായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയില്ല. എങ്കിലും ചൊവ്വയുടെ ദൃഷ്ടി ജന്മക്കൂറിൽ പതിയുന്നതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ ഓടിക്കുന്നവർ ഇപ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ചും 2 വീലർ ഓടിക്കുന്നവർ. ഇപ്പോൾ ചെറിയ ഒരു യാത്രയാണെങ്കിൽ പോലും നിർബന്ധമായിട്ടും ഹെൽമറ്റ് ധരിക്കണം. കാരണം തലയ്ക്ക് ഒരു പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നവരും ഒരല്പം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ബന്ധുക്കളെ കൊണ്ടും സുഹൃത്തുക്കളെ കൊണ്ടും ദുഃഖമുണ്ടാകാം. കുടുംബാംഗങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില പെരുമാറ്റങ്ങളും കണ്ടേക്കാം. അതുമൂലം മനപ്രയാസവും ഉണ്ടാകാം. എങ്കിലും ചൊവ്വ ഇവർക്ക് 9ാം ഭാവാധിപനാണ്. അതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറെ അയവ് ഉണ്ടാകുന്നതാണ്. ബുദ്ധിമുട്ടുകൾക്കിടയിലും ചില ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. നമുക്ക് ഇപ്പോൾ ചില തടസ്സങ്ങളുണ്ടാകും എന്ന കാര്യം തീർച്ചയാണ്. എന്നാൽ ഈ തടസ്സങ്ങളെ മറികടക്കുവാൻ നമുക്കായാൽ വിജയം നമ്മുടേതായി തീരുന്നതാണ്. സാമ്പത്തികമായി മെച്ചമായ ഒരു കാലം തന്നെയായിരിക്കും ഇത്. സമൂഹത്തിൽ നിന്നും മാന്യത ലഭിക്കുന്ന സമയവുമാണ്. ഇപ്പോൾ നിങ്ങളുടെ സന്താനങ്ങൾക്കും വളരെ മെച്ചമായ അനുഭവമായിരിക്കും. ഈ വരുന്ന 2025 ജൂലൈ മാസം 28-ാം തീയതി കന്നിരാശിയിലേക്ക് ചൊവ്വ വരുമ്പോൾ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതിക്കും
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിശയ്ക്കും അപകാരത്തിനുമനുസരിച്ചും ഈ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.